സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന വിഷയം, ഒരു വിവാഹബന്ധം വളരാനായിട്ട് ഒരു മെന്ററിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ കൂടെ 4 ദമ്പതികളുണ്ട്. അവരെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ചർച്ചയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. എന്താ പേര്? എൻ്റെ പേര് അനി ജോസഫ്. അനി, എവിടെ നിന്ന് വരുന്നു? ആലപ്പുഴ. ആലപ്പുഴ. ഓക്കെ. വൈഫിന്റെ പേര്? എൻ്റെ പേര് മഞ്ജു. മഞ്ജു. ഓക്കെ. എത്ര വർഷമായി ഈ വിവാഹ ജീവിതം? 22. 22 വർഷമായി. മക്കള്? 5 പേര്. 5 പേരുണ്ട്. ഓക്കെ. വളരെ സന്തോഷമായിട്ട് പോകുന്നല്ലേ? ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ലേ? അതെ. പ്രേമമായിരുന്നോ? അല്ല. അല്ല, അറേഞ്ച്ഡ് മാരേജ് പോലെയായിരുന്നു അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേര്? വർഗീസ് തണൽ. തണൽ. തണൽ എന്ന് പറയുന്നത് വീട്ടിന്റെ പേരാണോ? എൻ്റെ വീടിന്റെ പേരാണ്. വീടിന്റെ പേരാണ് തണൽ. ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ കൂടെ ഒരു തണല്, ഒരു ആലുവല്ല ചേർത്തിരിക്കുന്നു. അത് ശരി. നിങ്ങൾ 2 പേരും കൂടി നല്ല തണലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ? അതെ അതെ. ഓക്കെ, കൊള്ളാം. എന്റെ വൈഫിന്റെ പേര്? ഷൈനി വർഗീസ്. ഷൈനി വർഗീസ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 26 വർഷം. 26 വർഷം. അപ്പൊ ജൂബിലി ഒക്കെ കഴിഞ്ഞ് നല്ല സമാധാനമായിട്ട് ഇരിക്കുകയാണല്ലേ? ഓക്കെ. മക്കള്? മക്കള് 2 പേര്. 2 പേര്. നിങ്ങളും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണ്? അറേഞ്ച്ഡ് മാരേജ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പോ ഓക്കെ, നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേര്? എൻ്റെ പേര് അപ്രേം കല്ലേലി. അപ്രേം കല്ലേലി. യെസ്. എവിടെ വീട്? തിരുമുടിക്കുന്ന്. തിരുമുടിക്കുന്ന്. ഓക്കെ. വൈഫിന്റെ പേര്? എന്റെ പേര് ഷൈനി അപ്രേം. ഷൈനി. ഓക്കെ. എത്ര വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? 30 വർഷം. 30 വർഷമായി. നിങ്ങളാണ് നമ്മുടെ ഏറ്റവും സീനിയർ മോസ്റ്റ് ദമ്പതി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഡിജോ സെബാസ്റ്റ്യൻ. ഡിജോ സെബാസ്റ്റ്യൻ. റിക്സി ഡിജോ. റിക്സി. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 15. 15 വർഷമായി. ഓക്കെ. സന്തോഷമായിട്ട് പോകുന്ന? ഹാപ്പി ആയിട്ട്. മക്കള്? 2 ആൺകുട്ടികൾ. 2 ആൺകുട്ടികളുണ്ട്. ഒരു നല്ലൊരു കുടുംബമായിട്ട് ജീവിക്കുകയാണല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചാണോ? അറേഞ്ച്ഡ് മാരേജ് ആണ്. എല്ലാം അറേഞ്ച്ഡ് മാരേജ് ആണ് അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയമുള്ളവരെ, വിവാഹബന്ധം ചിലരുടെയൊക്കെ വളരെ തഴച്ചു വളരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നന്നായി വളരുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. മെൻറ്റർ എന്ന് പറയുമ്പോൾ ഈ വിവാഹബന്ധത്തിൽ വളരെ മനോഹരമായി മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന ഒരാൾ, അതാരുമാകാം. അങ്ങനെയുള്ള ഒരാളുടെ സാന്നിധ്യം എപ്രകാരം വിവാഹബന്ധത്തെ സ്വാധീനിക്കും എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. നമ്മുടെ കൂടെ 4 ദമ്പതികൾ, വളരെ എനർജറ്റിക് ആയിട്ടുള്ള 4 കുടുംബങ്ങളുണ്ട്. അവർക്ക് ഈ വിഷയത്തിൽ നന്നായി നമ്മൾ സംസാരിക്കാൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അല്ലേ? എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് നല്ലൊരു മെന്റർ വിവാഹ ജീവിതത്തിൽ വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടോ? എങ്ങനെയാ അഭിപ്രായം? മെന്ററുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ എന്തായാലും അതിന്റെ ഒരു ആവശ്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ ആവശ്യമുണ്ട്. ഉണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ വിവാഹ ജീവിതത്തിലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 26 വർഷമായി. അപ്പോൾ തുടക്കകാലങ്ങളിലൊക്കെ അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാരണം അത് ശരിക്കും പറഞ്ഞ പേരൻസിന്റെ അല്ലെങ്കിൽ അവരൊക്കെ ആവുമ്പോൾ കുറെ കൂടി നമുക്കൊരു പരിചയമില്ലാത്ത കാര്യമാണല്ലോ ഈ കല്യാണം കഴിക്കാന്ന് പറയുന്നത് അല്ലേ? അതെ. അപ്പൊ അതിന്റെ ഒരു തുടക്കക്കാരൻ നിലയിൽ അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ
ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അതിന്റെ ഒന്നും ആവശ്യം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ. ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്കാണെങ്കിൽ അതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഒരു വിവാഹത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ആവശ്യമുണ്ട്, ഒരു മെന്ററിന്റെ ആവശ്യമുണ്ടെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? ആ മെന്റർ വിശ്വസ്തനായിരിക്കും. അല്ല, അതൊക്കെ നമുക്ക് അതിനകത്തേക്ക് വരാം. എങ്ങനെയുള്ള ഒരാളായിരിക്കണം മെന്റർ എന്നുള്ള കാര്യം നമുക്ക് വരാം. പക്ഷേ വിവാഹ ജീവിതത്തിന്റെ ഒരു ആരംഭ വർഷങ്ങളിൽ, മേ ബി ആദ്യത്തെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം വാട്ടവർ ബി, അങ്ങനെ ഒരു മെന്ററിന്റെ ആവശ്യമുണ്ടെന്നാണ് റീസെന്റ് അഭിപ്രായം. എങ്ങനെയാ ഷൈൻ ചേച്ചിയുടെ അഭിപ്രായം? എങ്ങനെയാ? എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അതല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മെന്റർ ഉണ്ടായിരുന്നോ? ഞങ്ങൾക്കൊരു മെന്റർ എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ മാതാപിതാക്കൾ ഒരു പരിധി വരെ നിങ്ങളൊന്ന് മോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അല്ലേ? ചിലപ്പോൾ നിങ്ങളൊക്കെ വഴക്ക് കൂടിയപ്പോ അവരൊന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് പിന്തുണച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ മാതാപിതാക്കൾ കുറച്ച് നാളെങ്കിലും നമ്മുടെ മെന്ററിങ്ങിന്റെ ഭാഗമായിട്ട് ആ രീതിയിലല്ലെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, കൊള്ളാം. മറ്റുള്ളവരുടെ അഭിപ്രായം എന്താ? എന്ത് പറയണു അപ്രമേട്ടനു, ഷൈൻ ചേച്ചി എന്ത് പറയണു? മെന്ററിന്റെ ആവശ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യം. വിവാഹ ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് ഒരു മെന്റർ ഉണ്ടെങ്കിൽ ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലേ? നന്നായിരിക്കും. അങ്ങനെയാ. കാരണം നമുക്കറിയാലോ, ഇപ്പൊ നന്നായിട്ട് നമ്മൾ പരിപാലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെടി ആയാലും നന്നായിട്ട് വളരും. അതെ 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 അതെ. ഇപ്പൊ നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറയണത് വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. അത് ശരി. വായിച്ചാൽ നന്നായിട്ട് വിളയും, അല്ലെങ്കിൽ വിളറും അത് ശരി. അത് എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ ജീവിതത്തിലായാലും ഞങ്ങൾക്കായാലും ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പരിപോഷിപ്പിക്കാനും നമ്മുടെ ദാമ്പത്യത്തെ പരിപോഷിപ്പിക്കാനായിട്ട് അതായത് ഒരു ചെടി വെക്കുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ വളർന്നു വന്ന സമയത്ത് അതിന് ഇച്ചിരി ബലക്കുറവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു തണലായിട്ട് ഒരു താങ്ങായിട്ട് എന്തെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമല്ലോ. അതുപോലെ ഒരു സപ്പോർട്ട് വിവാഹത്തിന്റെ പ്രത്യേകിച്ച് ആരംഭ വർഷങ്ങളിൽ നല്ലതാണ് അല്ലേ? ഓക്കെ, ഷാൻ ചേച്ചിയുടെ അഭിപ്രായം അത് തന്നെയാണോ? അഭിപ്രായം ഇത് തന്നെയാണ്. നമ്മൾ തുടക്കകാലത്ത് നമുക്ക് വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ശരിക്കും അറിയില്ല. നമ്മൾ അതിന് മുമ്പ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ ഒക്കെ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഒരു പിന്തുണ നല്ലതാണ് അല്ലേ? ഏത് വഴിക്ക് പോകേണ്ട, ഏതാണ് ശരിയായ കാര്യങ്ങൾ എന്നുള്ളതിന്റെ ഒരു ശരി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തില് തുടക്കത്തിൽ ഒരു മെന്ററിന്റെ സാന്നിധ്യം നല്ലതാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളാണല്ലോ ഏറ്റവും ചെറുപ്പം, 15 വർഷം അധികം പിന്നിട്ടിട്ടില്ലല്ലോ വിവാഹം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ വിവാഹം തുടങ്ങുന്ന സമയത്ത് റോൾ മോഡൽസ് ആയിട്ട് കുറച്ച് വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാരന്റ്സ് ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ വിവാഹം തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ വരുന്ന സമയത്ത് നമുക്കൊന്ന് ഓപ്പണായിട്ട് സംസാരിക്കാനും ഒന്ന് ഡയറക്റ്റ് ചെയ്യാനും ആവശ്യമായിട്ട് വന്നു. പക്ഷേ ഗ്രാജുവലി ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് നല്ല രീതിയിൽ ഓപ്പൺ അപ്പ് ആയപ്പോൾ ശരിക്കും അതൊരു അതിന്റെ ആവശ്യം. പിന്നെ നിങ്ങൾ മറ്റുള്ളവരെ മെന്റർ ചെയ്യാൻ തുടങ്ങി. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ വിവാഹത്തിന്റെ തുടക്കകാലത്ത് അങ്ങനെ ചിലര് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ഓക്കെ, യെസ്, തീർച്ചയായും അതേ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു പാരന്റ്സിന്റെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഒരുപാട് വളരുന്നുണ്ട്. ആ ഒരു മെന്ററിങ് കൊണ്ട് നമ്മൾ വളരുന്നുണ്ട്. അതെ, നിങ്ങൾ വളരുന്നുണ്ട്. എങ്ങനെ വളരണേ നമുക്ക് പിന്നെ വരാൻ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് തന്നെയാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 22 വർഷമായി. ഈ 22 വർഷത്തെ ജീവിതത്തില് ഒരു മെന്ററിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ? മെന്ററിന്റെ സാന്നിധ്യം കൃത്യമായിട്ട് ഒരാൾ ഇത്രയും വർഷം അനുഗമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അങ്ങനെയുള്ള അവസരങ്ങളും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ തുടക്കത്തിൽ അത് എല്ലാവർക്കും കൂടുതൽ ആവശ്യമായിരിക്കും. പക്ഷെ എന്നാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ഒക്കെ ആണെങ്കിലും നമ്മളെ കുറച്ചും കൂടെ കൂടുതൽ വളരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് മുമ്പേ നീങ്ങിയവർ കുറച്ചും കൂടെ നമ്മളെ സഹായിക്കാനുണ്ട്. അപ്പൊ തുടക്കത്തിൽ മാത്രമല്ല അവർ തുടക്കത്തിൽ ചെയ്യുന്ന രീതി വ്യത്യാസം ഉണ്ടാവും. പിന്നീട് നമ്മൾ വളർന്നു കഴിഞ്ഞാലും ശരി, നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് ആ ജീവിതത്തിൽ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു കുടുംബമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഉണ്ട് എങ്കിൽ നല്ലതാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും ഇതുപോലെ എങ്ങനെ ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, സ്ഥിരമായിട്ട് ഞങ്ങളുടെ ഒരു സെറ്റിൽഡ് ലൈഫ് അല്ല. ഞങ്ങൾ ഇങ്ങനെ പ്രേക്ഷിതരായിട്ട് നിങ്ങൾ പ്രേക്ഷക ശുശ്രൂഷ ചെയ്യുന്നവരാണ് അല്ലേ? അതെ. ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി യാത്ര ചെയ്തും പല സ്ഥലങ്ങളിലും ആയിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആദ്യം തൊട്ട് അങ്ങനെ റെഗുലർ ആയിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബമൊന്നുമില്ല. പക്ഷേ ഞങ്ങളൊരു കൂട്ടായ്മയുടെ ഭാഗമായതുകൊണ്ട് ആവശ്യങ്ങൾ വരുമ്പോഴെല്ലാം ഞങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ, വിവാഹം ആശീർവദിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ മിനിസ്ട്രിക്ക് ആനിമേറ്റർ അച്ഛനുണ്ട്, അച്ഛന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അച്ഛൻ പക്ഷെ പറഞ്ഞതുപോലെ ഒരു കൃത്യമായി ഇങ്ങനെ റെഗുലറായി ഒരു വ്യക്തി തന്നെ ഒരു കുടുംബം തന്നെ തുടരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ
ഞങ്ങളുടെ സാഹചര്യങ്ങൾ പലപ്പോഴും അതിന് പറ്റുന്നില്ല. അനുവദിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ യെസ്. എന്താണ് അഭിപ്രായം? മഞ്ജുവിന്റെ അഭിപ്രായം അത് തന്നെയാണോ? സെയിം അഭിപ്രായം അല്ലെ, നിങ്ങൾ എന്ത് ശുശ്രൂഷയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ധ്യാനങ്ങൾ ചെയ്യുന്നു, കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക് കപ്പിൾസ് റിട്രീറ്റ്, അങ്ങനെ മിഷനിലേക്ക് പോകാനുള്ളവരെ അച്ഛന്മാർക്കും സന്യസ്തർക്കും ലേ പീപ്പിൾസിനും ഒക്കെ ട്രെയിനിങ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെ ശരി. അവർ മിഷനിൽ പോകുന്നു. ഞങ്ങളും മിഷനിൽ നിങ്ങളുടെ പലപ്പോഴായിട്ടായിരിക്കും. കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്, അതെ അതെ വ്യക്തികളുടെയാണ്? കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. കുടുംബങ്ങളുടെ കൂട്ടായ്മ. അപ്പൊ സ്വാഭാവികമായിട്ട് കുറെ കുടുംബങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ട്. ഉണ്ട്. അപ്പൊ അവരൊക്കെ അറിയാതെ തന്നെ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അല്ലെ? നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി അവർ പരിഹരിച്ചു തരുമോ? ഞങ്ങള് തീർച്ചയായിട്ടും ഞങ്ങൾ വഴക്കൂടാറില്ല. സാഹചര്യം അതിന് സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും നേരത്തെ ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും ഒത്തിരി റോൾ മോഡൽസ് നേരത്തെ ഉണ്ടായിരുന്നു. ജീസുയുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടൊക്കെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരും ഒക്കെ ആയിട്ട് നമുക്ക് കണക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും അവരുടെയൊക്കെ ലൈഫ് ഞങ്ങളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്, നല്ല ജീവിതം തുടങ്ങാനും നയിക്കാനും ഒക്കെ. ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ഉള്ളൊരു പ്രശ്നവും അങ്ങനെയൊന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും ഈ ഇത്രയും യാത്രയുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുള്ളപ്പോൾ ഞങ്ങളെ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായത്തിൽ നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ വിവാഹ ജീവിതം മനോഹരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല, അല്ലേ? ഇതെല്ലാവരും യോജിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. എന്നാൽ ചിലർക്ക് ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വിവാഹം, കുടുംബമൊക്കെ സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന എൻ്റെ ലോകം, ഞങ്ങളുടേതായ രഹസ്യം, ഞങ്ങളുടേതായ സ്വകാര്യത, അതിനകത്തൊക്കെ കൂടുതൽ പ്രാധാന്യം ഇന്ന് വരുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെ ഒന്ന് തുറന്ന് ഒരു മെൻറ്റർ പോലെ സ്വീകരിക്കാൻ ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു വിശാലത കുറവൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ശരിക്കും ഒരു മെൻറ്ററായിട്ട് ഒരു മെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരാളോ അല്ലെങ്കിൽ ഒരു കുടുംബമോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ ശരിക്കും ഇതുവഴി എന്ത് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? നിങ്ങൾക്കിപ്പോൾ ഇത്ര വിവാഹ ജീവിതം നയിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ മെൻറ്റർ ജീവിതകാലം മുഴുവൻ ഉണ്ടായില്ലെങ്കിലും ശരി, അവരുടെ സാന്നിധ്യം, ചില വ്യക്തികളുമായുള്ള ബന്ധം നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ശരിക്കും നല്ലൊരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിങ്ങളുടെ കൂടെ മെൻറ്ററിങ്ങിനായിട്ട് ഉണ്ട് എങ്കിൽ എന്ത് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും. എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? യെസ്, ഇവിടെ തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് നല്ലൊരു മെൻറ്ററിങ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഗുണം? ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് വിവാഹിതരാകുന്നത് 3 പേരാണെന്നല്ലാണ് പറയുന്നത്. അതെ. അപ്പൊ കർത്താവും കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഒരു മെന്റർ എന്ന് പറയുന്നത് പലപ്പോഴും കർത്താവിന്റെ ഒരു ദൃശ്യമായ ഒരു സാന്നിധ്യം, അടയാളമായി മാറുന്നു എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കിയത്. ദൈവദൂതൻ തീർച്ചയായിട്ടും റഫായലിനെ പോലെ. അപ്പോ നമുക്കത് ദൈവം നമുക്ക് അപ്പോൾ ദൃശ്യനാകുകയാണ്. നമുക്ക് നേരിട്ട് ദൈവത്തിന് പലതും പറഞ്ഞു തരാൻ പറ്റാത്തതൊക്കെ ചിലപ്പം ദൈവം മറ്റുള്ളവരിലൂടെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പം. അപ്പോൾ ദൈവികമായ ചില പദ്ധതികൾ, ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ ചില ഗൈഡൻസ് നമുക്ക് നൽകാനായിട്ട് നമ്മൾ ഈ വായിച്ച തോബിത്തിന്റെ പുസ്തകത്തിൽ കാണുന്നത് പോലെ തന്നെ അല്ലേ തോബിയാസിനെ റഫായൽ മാലാഖ നയിക്കുന്നത് പോലെ തന്നെ നമ്മളെയും നയിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ടല്ലേ? നേരിട്ട് മാത്രമല്ലല്ലോ ദൈവം, നേരിട്ട് മാത്രമല്ല മറ്റുള്ളവരിലൂടെയും ദൈവം നമ്മളെ നയിക്കുന്നുണ്ട്. രണ്ടാമത്തെ മറ്റൊരു കാര്യം, നമ്മൾ ഒരു മെന്റർ ഉള്ളപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും നമ്മുടെ ആംഗിളിൽ നിന്നായിരിക്കും ചിന്തിക്കുന്നത്. നമ്മളെപ്പോഴും ഞാൻ പറയുന്നതാണ് ശരി, എന്നാൽ നമ്മുടെ ആംഗിളെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ അവരെ എനിക്ക് ഇവിടുന്ന് കാണാം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവരുടെ പിന്നാമ്പുറം അവർക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായ ഒരു ആംഗിൾ ഉണ്ടല്ലോ. അപ്പൊ ഇവള് പറയുന്നതും ശരിയായിരിക്കും, ഞാൻ പറയുന്നത് ശരിയായിരിക്കും. രണ്ടുപേരുടെ ശരികൾക്ക് വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. മൂന്നാമതൊരാൾ നോക്കുമ്പോ നമ്മുടെ രണ്ടുപേരുടെ ശരികളെ കാണാനും അത് ഏറ്റവും പരമമായത് ഏതാ നന്മയെന്നും നമ്മുടെ കൂട്ടായ്മ തകരാതെ നമ്മളെ കറക്റ്റ് ചെയ്യാനും മൂന്നാമതൊരാൾക്ക് നന്നായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിലാണ് കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അപ്പൊ മൂന്നാമതൊരാൾ വരുമ്പോൾ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടിലൂടെ അതേ കാര്യങ്ങളെ കാണാനും ഒരു പക്ഷേ നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ നമ്മളോട് സംസാരിക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉദാഹരണം പറയാനുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സഹായിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? മറ്റുള്ളവര് അതന്നെ നിങ്ങളെ സഹായിച്ച്, നിങ്ങൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസത്തെ ഏകോപിപ്പിക്കാൻ, ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ച അങ്ങനെ എന്തെങ്കിലും ഈ അടുത്ത കാലത്തുള്ളതൊന്നും ഓർമ്മയില്ല? മഞ്ജുവിന് എന്തെങ്കിലും അങ്ങനെ ഓർമ്മ വരുന്നുണ്ടോ? വേറൊരാളുടെ സഹായം വഴി നിങ്ങളുടെ ബന്ധം കുറച്ചുകൂടി വളർന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ പറയുന്ന, ഇപ്പം അൻചേട്ടൻ പറഞ്ഞതുപോലെ ഓരോരോ അവരവരുടെ ശരികൾക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നതും നിലകൊള്ളുന്നതും ഒക്കെ. അപ്പം ചിലപ്പോൾ അൻചേട്ടൻ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ എന്റെ ഈഗോ കാരണം എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ശരിയായിരിക്കാം, അൻചേട്ടന് ചിലപ്പോൾ അത് ആ ശരിയെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു മെന്റർ ഉള്ളപ്പോ അദ്ദേഹം
ഈ പറയുന്ന ശരികളെ, അല്ലെങ്കിൽ മഞ്ജു പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ അനി പറയുന്നതാണ് ശരി എന്ന് പറയുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് അപ്പോൾ രണ്ട് നമുക്കത് അഭിപ്രായം, ആ അഭിപ്രായ വ്യത്യാസങ്ങളെ സമന്വയിപ്പിക്കാനായിട്ട് ഇങ്ങനെ മൂന്നാമതൊരാൾ വന്നാൽ സഹായിക്കാൻ സാധിക്കും അല്ലേ? അതാണ് നിങ്ങളുടെ അനുഭവം. ഓക്കെ, കൊള്ളാം. നല്ലൊരു ബെനിഫിറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വിവാഹ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലേ? അല്ലെ? കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ ഉണ്ട് അല്ലേ? പെരുമാറ്റ വ്യത്യാസവും ധാരാളം ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാതെ വിചാരിച്ചു നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് വിചാരിക്കും. അപ്പം നമ്മൾക്ക് രണ്ടു പേർക്ക് ഒരുപോലെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അവർ പറയുന്നതിനെ നമുക്ക് കുറച്ചും കൂടിയും സ്വീകരിക്കാനായിട്ട് സാധിക്കും. അതൊരു ബെനിഫിറ്റാണ്. വേറെ എന്തായിരിക്കും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടിയും നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. അതിനെങ്ങനെ അവരെങ്ങനെ സഹായിക്കണം നമ്മളെ? അവര് എങ്ങനെ നമ്മളെ സഹായിക്കുമെന്ന് ഇപ്പൊ പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ സമന്വയിപ്പിക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ ഒരു വഴക്കിനുള്ള കാരണമുണ്ടെങ്കിൽ അതിന് ഇന്റഗ്രേറ്റ് ആരോഗ്യകരമായി പരിഹരിക്കാനായിട്ട് സഹായിക്കാം. മീഡിയേഷൻ. ഓക്കെ, വേറെ ഇപ്പോൾ മെന്റർ ശരിക്കും പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടാവുമ്പോൾ, ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞ പോലെ അതിന്റെ രണ്ട് വശവും അറിയാവുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. അതെ. അവൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മിക്കവാറും സ്ത്രീകളാണ് കുടുംബത്തിലെ ജോലികൾ മുഴുവൻ ചെയ്യുന്നത്. അതെ. അത് എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഏതൊരു ജോലി ചെയ്യാനേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു വർക്കാണ് ഈ വീട്ടിലെ വർക്ക്. അതിന് ഞാൻ അനുഭവസ്ഥനാണ്. കാരണം ഞാൻ പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ഷൈനി ഇപ്പോൾ ജോലിക്ക് പോകുന്നു, 2 വർഷമായിട്ട് ജോലിക്ക് പോകണം. ശരിക്കും പുറത്ത്, നേരത്തെ ട്യൂഷനായിരുന്നു വീട്ടിൽ, ഇപ്പോൾ ജോലിക്ക് പോകുന്നു. ഞാൻ വീട്ടിലൊരു പവർ ടൂൾസിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് വീട്ടിലാണ് ഞാനിപ്പോൾ നിലവിൽ. അപ്പൊ ആള് പോയി കഴിഞ്ഞാൽ വീട്ടിലെ വർക്കുകളെല്ലാം ഞാൻ എടുക്കണേ. എനിക്കിപ്പോ അതൊരു ഹരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ അടുക്കളയിലെ വർക്കുകൾ ചെയ്യുക. അപ്പൊ അതിന്റെ പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇപ്പൊ ശരിക്കും മനസ്സിലാക്കുന്നു. എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ പണ്ടെന്ന് പറയുമ്പോൾ നമ്മള് എല്ലാവരും ചോദിക്കുന്നു നിനക്ക് എന്തുട്ട് അവിടെ പണി എന്ന് ചോദിച്ചോ. നമ്മള് പുറത്ത് ജോലി ചെയ്ത് വളരെ അവശതയായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ചോദിക്കാം. പക്ഷെ ഇവിടെ അതിൽ കൂടുതൽ വർക്കുകൾ കിടക്കണമെന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒരു മെന്റർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഭാര്യയ്ക്ക് വീട്ടിൽ വലിയ പണിയൊന്നുമില്ല, നമ്മളാണ് പണി ചെയ്യണത്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു തേർഡ് പാർട്ടി, നല്ലൊരു മെന്റർ വന്നിട്ട് നമ്മളോട് സംസാരിക്കാണ്, നീ കാണുന്ന പോലെ അല്ല ഈ കാര്യങ്ങൾ. ഇപ്പൊ എന്റെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതാണ് റിയലൈസേഷൻ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ അപ്പുറത്ത് ആ കാഴ്ച കിട്ടി കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി റീസൺ പറഞ്ഞു വന്ന കാര്യം, നമുക്കൊരു നല്ലൊരു ഗൈഡൻസ് കിട്ടും അല്ലെ? തീർച്ചയായിട്ടും. അവരുടെ അനുഭവം. കാരണം ഇപ്പൊ കല്യാണം കഴിച്ച അവസ്ഥയിലല്ലല്ലോ ഇപ്പൊ റീസൺ നിൽക്കുന്നത്. കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ട് വിവാഹ ജീവിതത്തെ കുറിച്ച് അല്ലെ? അപ്പൊ ആ അനുഭവങ്ങള്, പിന്നെ അറിവ്, ഇതിന്റെ വെളിച്ചത്തിൽ നല്ലൊരു ഗൈഡൻസ് നമുക്ക് നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ കിട്ടും. ശരിയാണോ പറയുന്നത് ഷൈനി? തീർച്ചയായിട്ടും ശരിയാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. നമ്മള് 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണല്ലോ. അതെ. അപ്പൊ ചിലപ്പോ അവിടത്തെ ചില ശരികൾ ഇവിടത്തെ ശരികളാവണമെന്നില്ല. കറക്റ്റ്. ശരികൾക്കും തെറ്റുകൾക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു മെന്റർ ഉണ്ടാകുമ്പോ ചിലപ്പോ ഈ 2 സ്ഥലവും പരിചയമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഇവിടത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നവരായിരിക്കും. അപ്പൊ അവരത് കറക്റ്റ് ചെയ്ത് തരുമ്പോ നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവും, ഈ ഒരാൾ മാത്രമല്ല അദ്ദേഹം ഇത് പറയുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോ നമുക്കത് കറക്റ്റായിട്ട്. പിന്നെ ഒട്ടുമിക്ക വിവാഹ ജീവിതങ്ങളിലും കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറിയ നിരാശ വരും. ചെറുത്. അതായത് പച്ചയായിട്ട് പറയാമോന്ന് എനിക്കറിയില്ല, ഞങ്ങൾക്ക് നിരാശ വന്നിട്ടില്ല. എന്താണെന്നറിയാമോ ഈ നിരാശ എന്ന് ഉദ്ദേശിച്ചത്? അതായത് നമ്മൾ കല്യാണം കഴിയുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് കുറെ പ്രതീക്ഷകൾ ഉണ്ടാവും, പൊതുവെ ഉണ്ടാവും. എനിക്ക് ഒരുപക്ഷെ അങ്ങനെ തോന്നാതിരുന്നത് എന്റെ പ്രതീക്ഷകളിലേക്കാൾ കൂടുതലുള്ള ആളെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പ്രതീക്ഷേനേക്കാൾ കൂടുതൽ നല്ല ആളെയാണ് കിട്ടിയത്. വളരെ നല്ലൊരു കാര്യമാണ് അത്. പക്ഷേ പൊതുവെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഐഡിയൽ ലോകത്ത് നിന്നിട്ടാണ് പ്രവേശിക്കുന്നത്. ഒത്തിരിയേറെ സ്വപ്നങ്ങൾ കാണും, അങ്ങനെയാണ് വേണ്ടതും. പ്രതീക്ഷകൾ ഉണ്ടാവണം, മനസ്സിലായോ? അത് കഴിഞ്ഞ് വിവാഹ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല. ചിലപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ ഭർത്താവ് നല്ല തമാശ പറയുന്നു, പക്ഷെ ഇയാൾ വളരെ ഗൗരവ സ്വഭാവക്കാരനാണ്. ചിലപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മുടെ കൂടെ നല്ല ഗൈഡ് ചെയ്യാനായിട്ട് മെന്റേഴ്സ് ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമുക്കിതിനെ അതിജീവിക്കാം അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്, ഗുഡ്. അപ്പൊ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ സാധിക്കും ഒരു മെന്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. വലിയൊരു ഭാഗ്യമല്ലേ അത്? ശരി, ഓക്കെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ 2 ആൺപിള്ളേരാ, റിക്സിയുടെ വീട്ടിൽ 2 പെൺപിള്ളേരാ. അപ്പോൾ ഷൈൻ ചേച്ചി പറഞ്ഞൊരു കാര്യം, അതായത് എൻ്റെ വീട്ടിലെ പല ശരികളും ഇവരുടെ വീട്ടിൽ അത്ര ശരിയല്ല. അങ്ങനെയുള്ള കുറച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായ കുറെ ശരികേടുകൾ ഞങ്ങളുടെ ഇടയിൽ വന്നു. അപ്പോൾ കുറെ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് നമ്മുടെ ഒരു ലൈഫ് റിഫൈൻ ചെയ്യുന്ന ഒരു സമയത്ത് ശരിക്കും ഒരു ദമ്പതിയായിട്ട് തന്നെ എനിക്കൊരു സുഹൃത്ത്, വൈഫും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഓക്കെ, ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു. അപ്പോ
ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തന്നെ ചിലപ്പോൾ റിക്സി പറയുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ ഫ്രണ്ട് പറയുമ്പോൾ ഓക്കെ റിക്സി പറഞ്ഞ കാര്യം തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത്. പക്ഷേ റിക്സിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ കേട്ടില്ല, ഇപ്പൊ പറഞ്ഞു. പക്ഷെ അതിൽ റിക്സി ഹാപ്പിയാണ്, കാരണം സക്സസ് ആവണമുണ്ട്. അതൊരു എവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തമ്മിൽ വളരെ ഓപ്പൺ അപ്പ് ആയപ്പോ ഇപ്പോ അങ്ങനെ റോള് കുറഞ്ഞു വരുന്നു. ഓക്കെ, പക്ഷെ തുടക്കത്തിൽ അത് വലിയ സഹായമായിരുന്നു. മാറ്റം വന്നത്. അതെ, നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം. അത് മാത്രമല്ല, ഇവിടെ ഡിജോ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. ഒരു വ്യക്തി മാത്രമല്ല, ഒരു ദമ്പതിയായിട്ട് നിങ്ങളെ സഹായിക്കാൻ ഒരു കൂട്ടർ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ അവര് ദമ്പതിയാകുമ്പോൾ അവര് തമ്മിൽ നടത്തുന്ന ഇന്ററാക്ഷൻ അറിയാതെ നമ്മളെ സഹായിക്കില്ലേ? തീർച്ചയായിട്ടും. കാരണം അവരുടെ ലൈഫിന്റെ ഒരു ഞങ്ങളെ റോൾ മോഡലായിട്ട് ഞങ്ങൾ നോക്കി. അവരൊരു പ്രേക്ഷിത ദമ്പതിയാണ്, ഒരുപാട് ശുശ്രൂഷകളിലുണ്ട്. പക്ഷേ അവരുടെ ആ ലൈഫ് സ്റ്റൈല് തന്നെയായിരുന്നു ഞങ്ങൾക്ക് പ്രചോദനമായിട്ട് അതിനോട് ചേർന്ന്. അപ്പൊ നല്ലൊരു മെന്റർ കൂടെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരൊരു മോഡലിംഗ് ആണ്. തീർച്ചയായും, അല്ലെ, ഒരു മോഡലാണ്. നമുക്ക് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് മോഡൽ നമുക്ക് ആ വിധത്തിൽ കൊണ്ടുവരാൻ. അല്ല, അവരിങ്ങനെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരി, ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ, അവർക്ക് ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ അതറിയാനും അത് ഫോളോ ചെയ്യാനുള്ള ചെറിയൊരു പ്രേരണ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു മോഡലിംഗ്, നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ഗുണമാണ്. ഓക്കെ, പിന്നെ വേറെ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇപ്പോൾ അപ്രം ചേട്ടനൊക്കെ കൂടി മറ്റുള്ള കപ്പിൾസിനൊക്കെ മെന്റർ ചെയ്യുന്ന ശുശ്രൂഷയിലാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പറയാമോ? ഞങ്ങൾ ഇപ്പോൾ MCC മിഷണറി കപ്പിൾസ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയിലുണ്ട്. അപ്പോൾ അതിലൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഗ്രേസ് റിപ്പിൾസ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട്. അതിന് ട്രെയിനിങ് ആണ്, 30 മാസത്തെ ട്രെയിനിങ് ആണ്. അത് ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ദമ്പതികളെ ചെയ്യുന്ന ശുശ്രൂഷയാണ്. അപ്പൊ ആ ശുശ്രൂഷയിലൂടെ നമുക്ക് അവരൊരു മെന്ററിങ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, അതായത് നമ്മൾക്ക് മുറിവ് ഉള്ളവനാ മുറിവിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്കുണ്ടായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുറിവുകളെ മറ്റുള്ളവർക്ക് മുറിവുകൾക്ക് മനസ്സിലാകാനായിട്ട് അവരുടെ വേദനകൾ, അവരുടെ കുറവുകൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ആ മുറിവുകൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെന്ററിങ് വേണ്ടതാണെന്നും അവർക്ക് നല്ല രീതിയിൽ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതെ അതെ, നല്ലൊരു മെന്റർ കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പൊ ഇവര് പറഞ്ഞു അഭിപ്രായ വ്യത്യാസങ്ങൾ സമന്വയിപ്പിക്കാൻ പറ്റും, വഴക്കൊക്കെ ഉണ്ടാക്കി പരിഹരിക്കാൻ സാധിക്കും. ഇവര് പറഞ്ഞു നമുക്ക് എന്താ പറയാ, നല്ലൊരു ഗൈഡൻസ് കിട്ടും. അതുപോലെ തന്നെ ഇവര് പറഞ്ഞു നല്ലൊരു മോഡലിംഗ് ആണെന്ന് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായത്തിൽ വേറെ എന്തെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? നല്ലൊരു മെന്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വളരും. വളരും. പക്ഷെ ആ വളർച്ചയ്ക്ക് അവരെ എങ്ങനെയാ സഹായിക്കണം? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നത്. അതായത് നമ്മള് മെന്റർ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു കപ്പിളിന്റെ മുന്നിലായിരിക്കും മെന്റർ ചെയ്യാനിരിക്കുന്നത്. ആ മെന്റർ ചെയ്യാനിരിക്കുമ്പോ ആ നമ്മുടെ ജീവിതാനുഭവത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരോട് നമ്മൾ സംസാരിക്കും. അപ്പോ ആ ദമ്പതികൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കുന്ന വിധത്തിൽ അവരോട് സംസാരിക്കാനായിട്ടും നമുക്ക് പറ്റും. അപ്പൊ അവരുടെ ഒരു പ്രശ്നത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കും. അവരെ സോൾവ് ചെയ്യാനുള്ള ഒരു കൊടുക്കാനായിട്ടും നമുക്ക് പറ്റും. അത് മാത്രമല്ല, നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങളിപ്പോ ഈ കപ്പിൾസിനോട് ഇങ്ങനെ ഗൈഡൻസ് കൊടുത്തു കഴിയുമ്പോൾ അത് അവർക്ക് ചെയ്യാനുള്ള പ്രേരണ മെന്റർ ഉണ്ടെങ്കിൽ കൂടൂലേ? കാരണം ഒരു മെന്റർ ഉണ്ടാവുമ്പോൾ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും, അല്ലേ? ശരിയല്ലേ? അതായത് ഒരു മെന്റർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മൾ ചെയ്തില്ലെങ്കിൽ നാളെ അയാൾ ചോദിക്കും, ഫോളോ അപ്പ് ഉണ്ടാവും. അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി, ശരിയല്ലേ? അപ്പോൾ അത് എനിക്ക് തോന്നുന്നു, അതായത് നമ്മൾ സ്വതമേ തന്നെ ചെറിയ അലസതയും ചെറിയൊരു ഉഴപ്പൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. പക്ഷെ അപ്പോൾ നമ്മുടെ ഒരു മെന്റർ കൂടെ ഉണ്ടെങ്കിൽ അയാൾ പറഞ്ഞിട്ടുണ്ട് 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാതെ തന്നെ നമുക്ക് അയാളെ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യാനുള്ളൊരു പ്രേരണ വരും, ശരിയല്ലേ? യെസ്, എനിക്ക് തോന്നുന്നു നമുക്കൊരു മെന്റർ ഉണ്ടെങ്കിൽ വലിയൊരു ഭാഗ്യമാണ്. പലപ്പോഴും വിവാഹബന്ധം തളർന്നു പോകുന്നതിൻ്റെ ഒരു കാരണം ഒരു നല്ല മെന്റർ കൂടെ ഇല്ലാത്തതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ എങ്ങനെ നല്ലൊരു മെന്ററെ കണ്ടെത്താമെന്ന് പരിശോധിക്കാം. ഓക്കെ, ഗുഡ്. നമ്മുടെ സമയമായതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, ഒരു വിവാഹബന്ധം വളരെ മനോഹരമായിട്ട് വരാൻ വലിയൊരു ഭാഗ്യം ചെയ്ത കാര്യമാണ് ഒരു മെന്ററെ കിട്ടുക എന്നുള്ളത്. അതൊരു വ്യക്തിയാകാം, ഒരു ദമ്പതിയാകാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആകാം. ഏതായാലും അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ടെന്നാണ് ഇവരുടെ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത്. നല്ലൊരു മെന്ററെ കണ്ടെത്താം, നമ്മുടെ ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഡിജോനോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എൻ്റെതായ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളില് ഒരു ലേഡി ആയിട്ട് പറയുമ്പോൾ അവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ ആ വിഷമം എന്താണെന്നോ അതിന്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ. ഒരു ദമ്പതി കപ്പിൾസ് ആയിരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദമ്പതിയെ മെന്റർ ചെയ്യാൻ ഒരു ദമ്പതി തന്നെയാണ് നല്ലത്. പിന്നെ അതുപോലെ ഈ വരുന്നവര് നമ്മുടെ വെൽ വിഷേഴ്സ് ആയിരിക്കണം. ആയിരിക്കണം. ചിലപ്പോ അവര്
ഈ ദൈവമുള്ളിടത്ത് സാത്താനും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ അവര് വഴി തെറ്റിക്കാനും ശ്രമിച്ചേക്കാം. തിരഞ്ഞെടുക്കുമ്പോൾ നമ്മള് നല്ല പരിചയമുള്ളവരും അതുപോലെ അവർ അങ്ങനെയാണ് എന്ന് നമുക്ക് ഉറപ്പുള്ളവരെയും മാത്രം നല്ല ക്വാളിറ്റീസ് ഉള്ളവരെ, നല്ല വെർച്വസ് ലൈഫ് നയിക്കുന്ന ആൾക്കാരായിരിക്കണം. അവരും അതുപോലെ ആയിരിക്കണം. അതെ, നല്ലൊരു ആത്മീയ അടിത്തറ ഉള്ളവരുമായിരിക്കണം, നല്ല ജീവിതം നയിക്കുന്നവരുമായിരിക്കണം. ഈ കപ്പിളായിട്ട് ചെല്ലുമ്പോൾ ഉള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇപ്പം പിന്നെന്താ, ഒരു സ്ത്രീക്കാണെങ്കിൽ അവരുടെ പ്രൈവസി ചിലപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ടുപേരും വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുകയായിരിക്കും. എവിടെ നിൽക്കാത്തൊരു സ്റ്റേജ് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും മാറ്റും. എന്നിട്ട് അനുചേട്ടൻ അദ്ദേഹത്തോട് സംസാരിക്കും, ഞാൻ ആ സ്ത്രീയോട് സംസാരിക്കും. അപ്പൊ ഈ സഹോദരി പറഞ്ഞതുപോലെ ഒരു സ്ത്രീയെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, പുരുഷനെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതിനകത്ത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും മെന്ററാകാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കഴിവുള്ളവരെ ഇപ്പൊ ഈ ഷൈനി പറഞ്ഞതുപോലെ നമുക്ക് ഈ സംഭാഷണത്തിൽ നിന്ന് മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കാനും കൂടി നമുക്ക് കഴിയും. ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് പറയാനായിട്ട് നമുക്ക് സഹായം ചോദിക്കാം. സൈൻ ബോർഡ് പോലെ നമുക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാനും നല്ലൊരു മെന്ററെ കണ്ടെത്താനുള്ള ഒരു പരിശ്രമത്തിൽ ഒരാളാണ്. ഓക്കെ, ഗുഡ്.